അടിപൊളി സിനിമ. ഷാജ് ബാബനും ഡൂഡും മുഴുവൻ സിനിമ കൊണ്ടുപോയി. അവരുടെ അതെ പിള്ളേരും ഫാമിലിയും ഏറ്റെടുത്ത് അങ്ങനെ സിനിമ അവസാനം വരെ കണ്ടിരിക്കാൻ ഒച്ചയുടെ സീൻ പടമായിരുന്നു. അടിപൊളി പടമായിരുന്നു. ഫാന്റസി ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് പടത്തില്. പാവൻ പിള്ളേരും തൂക്കി. അടിപൊളി ഫിലിമായിരുന്നു. അതാ ടൈം ട്രാവലർ ഫാന്റസീനെ പാർട്ടും കൂടെ ചെയ്ത് ആ കോമഡി എല്ലാം ഫിലിം ഒരു കംപ്ലീറ്റ് ഫിലിമായിരുന്നു. ശരിയാണ് ഫുള്ള് വരുന്നത്. പിന്നെ ടൈം ട്രാവൽ ഇൻസ്റ്റാൾമെന്റിന്റെ അടുത്തൊരു മെയിൻ ഇവന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് എൻഡിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അടുത്തൊരു പരിപാടി എന്താ വരുന്നതെന്നുള്ളത്. നല്ല എക്സ്പെക്ടേഷൻ ഉള്ള രീതിയിലാണ്. ഒട്ടും ഡിസപ്പോയിന്റ് അല്ല. ഭയങ്കര എല്ലാവർക്കും ഈക്വലി സ്പേസ് ഉണ്ട്. എല്ലാവരും ചിരിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് ചിരിച്ച് മറിയാനുള്ളതുണ്ട്. ഫാമിലിക്കാണെങ്കിൽ ആർക്കും വന്നിരുന്ന് കാണും. നല്ല പടമായിരുന്നു. നല്ല ഫൈറ്റ്. ബാബൻ പിള്ളേരും തൂക്കി, ഡ്യൂഡ് തൂക്കി. നല്ല സിനിമയായിരുന്നു. ടൈം ട്രാവലർ ആദ്യം വിചാരിച്ച കൊള്ളുമായിരുന്നു, പക്ഷെ നൈസായിരുന്നു. നൈസ് സിനിമയായിരുന്നു. നൈസായിരുന്നു. നല്ല ഫുൾ കോമഡി. അത്യാവശ്യം കോമഡി ഉണ്ട്, ഫൈറ്റ് സീൻ ഉണ്ട്, എല്ലാം നൈസായിരുന്നു. പടം കൊള്ളാം. അടിപൊളി പടം. ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ വർക്കായി. കാരണം കുറെ കോമഡി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 3 മണിക്കൂറുണ്ട്. പോയതറിഞ്ഞില്ല. കുറെ ചിരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഓർത്തോർത്ത് ചിരിച്ചിട്ട് തീർത്താൻ വേണ്ടിയിട്ട് ഫാമിലിക്ക് പറ്റും. കാരണം ഈ സ്ട്രെസ് ഉള്ളവരൊക്കെ വന്ന് കാണാൻ ചിരിക്കാം. 3 മണിക്കൂർ ലാഗ് അടിച്ച് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോലും ആലോചിക്കുവാൻ. കൊള്ളായിരുന്നു. ഫാന്റസി എലമെന്റ്സ് വർക്കാവാൻ ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ഒരു നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫാന്റസി ആയാലും അതുപോലെ പാസ്റ്റ് പ്രസന്റ് രംഗങ്ങളൊക്കെ എല്ലാം നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ ഷോട്ട് കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് പോലെ രണ്ടാം ഭാഗത്തെ പോലെ കോമഡീസ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ കുറെ ഒരു ആദ്യ ഭാഗത്തെയും രണ്ടാം ഭാഗത്തെക്കാളും കുറെ ഡിഫറെന്റ് രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫാന്റസി നല്ല പടമാണ്. അത് ആക്ച്വലി നന്നായിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് ഒരു നല്ലൊരു പരീക്ഷണമാണ് ആക്ച്വലി. മലയാളത്തിൽ ആക്ച്വലി ഇങ്ങനത്തെ വന്നാലാണ് ഇനിയും വരുമെന്ന് വിശ്വസിക്കുന്നു. കോമഡി എല്ലാം കൊള്ളാം. നല്ല ഇല്ല നമുക്ക് പെട്ടെന്ന് അതെ ഈ പാർട്ട് 2-ലേക്കുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. നമുക്ക് ലൈക്ക് എൻഗേജിങ് ആവും ഇത് കണ്ട. നമുക്കൊരു ടൈം ട്രാവലൊക്കെ ഉണ്ട്. കാണാനായിട്ട് നല്ല രസമുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ജയസൂര്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിനായകനൊക്കെ നന്നായിട്ടുണ്ട്. വിജയ് ബാബു ഇങ്ങനെ പോയിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ത്രൂ ഔട്ട് കോമഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെതായൊരു ഇത് മൂവിക്ക് സപ്പോർട്ടായിട്ടുണ്ട്.